ഹായ് ഫ്രണ്ട്സ്, നമ്മൾ Q3 റിസൾട്ട്സ് സെഷൻ്റെ ഫാസ്റ്റർ പേസിലേക്ക് ഓൾമോസ്റ്റ് കടക്കാൻ തുടങ്ങി ഈ ആഴ്ചയോടുകൂടി. നിങ്ങൾ ഈ റിസൾട്ട് സീസണെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ വർക്ക് ലോഡ് ഈ ആഴ്ച മുതൽ കൂടുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ എന്ന് പറയുന്നത് ബേസിക്കലി Q3 റിസൾട്ടിലെ നല്ല റിസൾട്ട് തന്ന ഏതാനും ചില സ്മോൾ ക്യാപ്പുകളെ കുറിച്ചുള്ള ഡീറ്റെയിലാണ്. നമ്മൾ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് 2-3 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. നമ്മുടെ യൂട്യൂബിനോട് ചേർന്ന് സിമിലറായിട്ടുള്ള പേരിൽ ഞാൻ ഈ അടുത്തൊരു ടെലഗ്രാം ഗ്രൂപ്പ് കണ്ടു. ഈ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ എംബ്ലവും നമ്മുടെ എംബ്ലവും ഓൾമോസ്റ്റ് സിമിലറാണ്. കണ്ടാൽ പെട്ടെന്ന് ഒന്ന് തന്നെയാണെന്നേ പറയുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ യാതൊരു വിധത്തിലുള്ള ടെലഗ്രാം ഗ്രൂപ്പ്സും ഞാൻ റൺ ചെയ്യുന്നില്ല. എന്തെങ്കിലും ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മാസം മുമ്പേ ഞാൻ ഈ യൂട്യൂബിൽ കൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. യു ഷുഡ് ബി വിജിലൻറ്റ്. അറിയിക്കുക എന്നുള്ള എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ശരിക്കും. നമ്പർ 2, ഈ വരുന്ന മാസം നെക്സ്റ്റ് മന്ത് ഫെബ്രുവരി മാസം സെക്കൻഡ് വീക്കിൽ ഞാനൊരു 4 ഡേ സെഷൻ ഫണ്ടമെൻ്റൽ അനാലിസിസിനെ കുറിച്ച് മാത്രം 4 ഡേ സെഷൻ ഓൺലൈൻ ക്ലാസ്സാണ്, 1.5 മണിക്കൂർ വെച്ചുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്. 5th ഡേ കുറച്ച് പ്രൈസ് സെഷനെ കുറിച്ചുള്ള ഡീറ്റെയിലും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് prosif23@gmail.com മെയിൽ ചെയ്യാം. നൗ കമ്മിങ് ടു ദ മോസ്റ്റ് ക്രിട്ടിക്കൽ പാർട്ട്. ഈ വീഡിയോ പറയുന്നത് ഈ നടന്നുകൊണ്ടിരിക്കുന്ന Q3 പെർഫോം ചെയ്ത ഏതാനും ചില സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഡീറ്റെയിലാണ്. ദിസ് വീഡിയോ ഈസ് ആബ്സലൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. നിങ്ങൾ ശ്രദ്ധിക്കണം, Q3 റിസൾട്ട് നല്ലതായത് കൊണ്ട് മാത്രം സ്റ്റോക്ക് ചാടി കയറത്തില്ല. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ പോയി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കും. കഴിഞ്ഞ ക്വാർട്ടറിലെ മഹാരാഷ്ട്ര സിമുലസിൻ്റെ റിസൾട്ട് വാസ് ഫെൻറ്റാസ്റ്റിക് ആക്ച്വലി. എന്താ സംഭവിച്ചത്? റിസൾട്ട് വന്ന പിറ്റേ ദിവസം മുതൽ സ്റ്റോക്ക് വൻ കറക്ഷനിലേക്ക് പോയി ശരിക്കും. ഇഫ് ഐ കറക്റ്റ് 455 എന്ന സംതിങ് അറൗണ്ട് 280 270 ലെവലിലേക്ക് പോയി ശരിക്കും. ഡ്രോഡൗൺ എത്രയാണ് വന്നിരിക്കുന്നത്? സംതിങ് അറൗണ്ട് 40% അല്ലേ? അറൗണ്ട് 40% ഡ്രോഡൗണാണ് വന്നിരിക്കുന്നത് ബെസ്റ്റ് റിസൾട്ട് കൊടുത്തതിന് ശേഷം. റിസൾട്ട് അല്ലെങ്കിൽ പിന്നെ എന്താണ് സ്റ്റോക്കിനെ കയറ്റുന്ന ഘടകങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ക്വാർട്ടർ റിസൾട്ട് മാത്രം നോക്കിയോണ്ട് കാര്യമില്ല. ഈ ക്വാർട്ടർ റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് ഓൺ പി ആൻഡ് ലെഫ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റോക്കിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഏണിംഗ് കോൾ എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഏണിംഗ് കോൾ നിങ്ങൾ കേൾക്കണം. ഏണിംഗ് കോളിൽ നിയർ ടൈം ചലഞ്ചസ് കാണും, നിയർ ടൈം ഓപ്പർച്യൂണിറ്റീസ് കാണും, അതുപോലെ തന്നെ ഓർഡേഴ്സ് ഇൻ ഹാൻഡ് എന്നുള്ള ഡീറ്റെയിൽ കാണും. ഈ ഓർഡർ എത്ര സമയത്തിനും നമ്മൾ കമ്പനി എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ കാണും. ആ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കമ്പനിയുടെ ചലഞ്ചസ്, ഫോർ എക്സാമ്പിൾ റോ മെറ്റീരിയൽ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ മെഷീൻ അല്ലെ പ്ലാന്റ് ഷട്ട് ഡൗൺ വരിക, ഇങ്ങനെയൊക്കെയുള്ള ചലഞ്ചസ് അതിനകത്ത് കാണും. അങ്ങനെ ഓവറോൾ സമ്മറി വളരെ ക്ലിയർ ആയിട്ട് കമ്പനി പറയും. പല സ്മോൾ ക്യാപ് കമ്പനികൾക്കും ഏണിങ്സ് കോൾ എന്ന് പറയുന്ന ആ ഒരു സംഗതി ഇല്ലാതിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ വെബ്സൈറ്റിൽ കയറിയ ശേഷം അവർ വരുന്ന ഇൻപുട്സ് വെച്ച് നിങ്ങൾ അസസ് ചെയ്യുക. കമ്പനിയുടെ കറണ്ട് സ്ട്രക്ചർ എന്താണ്, കമ്പനിയുടെ കറണ്ട് ഓർഡർ ഇൻ ഹാൻഡ് എന്താണ്, ശരിക്കും ചലഞ്ചസ് എന്താണ്, എത്ര നാളിലും നമ്മൾ ഈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്താൽ പൈസ കമ്പനിക്ക് തിരിച്ചു കിട്ടും. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ബേസിക്കലി ഡിമാൻഡ് അനാലിസിസ് എന്ന് പറയുന്ന സംഗതിയിലേക്ക് എത്താൻ സാധിക്കുന്നത്. ഈ ഡിമാൻഡ് അനാലിസിസാണ് ശരിക്കും ഒരു കമ്പനിയുടെ പ്രൈസിനെ കയറ്റി കൊണ്ടുപോകുന്നത്. അപ്പോൾ നിയർ ടൈം ഡിമാൻഡ് അനാലിസിസ് നിങ്ങൾ അനലൈസ് ചെയ്തില്ല എങ്കിൽ ശരിക്ക് ഒരു റിസൾട്ടൊന്നും കാര്യമൊന്നുമില്ല, ശരിക്കും കമ്പനിയോടെ കിടക്കത്തേ ഉള്ളൂ. അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മഹാരാഷ്ട്ര സിമുലസ് എന്ന കമ്പനിയുടെ കഴിഞ്ഞ ക്വാർട്ടർ റിസൾട്ട് എങ്ങനെയാണ് സ്റ്റോക്ക് പ്രൈസിനെ ഇമ്പാക്റ്റ് ചെയ്തെന്നുള്ളത്. റിസൾട്ട് ബെസ്റ്റായിരുന്നു, പ്രൈസ് താഴെ പോയി ശരിക്കും. നിങ്ങൾ വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കണം, പല ഘടകങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ഡിമാൻഡ് ക്രിയേഷൻ എന്ന് പറയുന്ന സാധനം. ഇനി ഡിമാൻഡ് ക്രിയേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൊണ്ടുണ്ട്. സപ്പോസ് നിങ്ങൾ കുറേ വർക്ക് ചെയ്ത് ഡിമാൻഡ് ക്രിയേഷൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു, ഏണിങ്സ് കോൾ കേട്ടു, കമ്പനിയുടെ വെബ്സൈറ്റ് നിങ്ങൾ റിസർച്ച് ചെയ്തു, നിയർ ടൈം ചലഞ്ചസ് മനസ്സിലാക്കി, ഓർഡർ ഹാൻഡ് മനസ്സിലാക്കി, എന്താ പറയുക ഇൻവെൻറ്ററി ടേൺ ഓവർ ഡേയ്സ് നിങ്ങൾ മനസ്സിലായി, ഡെപ്റ്റ് പേയ്മെൻറ്റ് ഡേയ്സ് നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ മനസ്സിലായി ഡിമാൻഡ് ക്രിയേഷൻ വരാൻ സാധ്യതയുണ്ട്. അവിടെ വേറൊരു വലിയൊരു ചലഞ്ചുണ്ട്. ആ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഈ ക്രിയേറ്റ് ചെയ്ത ഡിമാൻഡ് സസ്റ്റൈനബിൾ ആണോ അല്ലയോ എന്നുള്ള ചലഞ്ചാണ് ശരിക്കും. അതായത് പെട്ടെന്ന് പ്രൈസ് ഒന്ന് കയറിയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പല കമ്പനിയുടെ പ്രൈസ് നേരെ താഴെ വന്ന് അവിടെ കിടക്കും, പിന്നെ കയറില്ല. അവിടെയാണ് സസ്റ്റൈനബിലിറ്റി ഓഫ് ഡിമാൻഡ് എന്ന സാധനം നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത് ശരിക്കും. അങ്ങനെ പല ഘടകങ്ങളുടെ കോമ്പിനേഷനാണ് ശരിക്കൊരു പ്രൈസിൻ്റെ എസ്കലേഷൻ എന്ന് പറയുന്ന സംഗതി ശരിക്കും. നിങ്ങളത് തീർച്ചയായും പഠിക്കണം. എങ്കിൽ മാത്രമേ മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ, മാർക്കറ്റിൽ സക്സസ്ഫുൾ ആകാൻ സാധിക്കത്തുള്ളൂ. അതിൻ്റെ വലിയൊരു പാർട്ടാണ് ഫണ്ട് അനാലിസിസ് നിങ്ങളെ മനസ്സിലാക്കിക്കുന്നത്. ആ ഇൻസൈറ്റ്സ് കൂടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഫണ്ട് എന്തുമാത്രം ഡിമാൻഡ് ക്രിയേഷനെ സ്വാധീനിക്കുന്നു എന്നുള്ള ഒരു ഫിനോമിനനാണ് ശരിക്കും. ഇപ്പോൾ ക്വാർട്ടർ റിസൾട്ട് ഒരു ഫാക്ടറാണ്, അത് പി ആൻ അക്കൗണ്ടിലുള്ള ഇമ്പാക്റ്റ് വേറെ ഫാക്ടറാണ്. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ഫാക്ടറാണ് ക്യാഷ് ഫ്ലോ അനാലിസിസ്. നമ്മുടെ കയ്യിൽ എല്ലാ സാധനവും കൊണ്ട് ചെയ്യാനുണ്ട്, പക്ഷേ നമ്മുടെ കാശില്ല, നമ്മളെന്ത് ചെയ്യും?
ക്യാഷ് ഫ്ലോ അനാലിസിസ് വേറെ ക്രിട്ടിക്കൽ പാരാമീറ്ററാണ്. ഇപ്പോൾ നമ്മൾ തേർഡ് ക്വാർട്ടറിലാണ്, 9 months പെർഫോമൻസ്, കഴിഞ്ഞ കൊല്ലം ഇക്കൊല്ലമായിട്ടുള്ള പെർഫോമൻസ്, അത് EPS എന്ത് ഇമ്പാക്റ്റ് കൊടുത്തു, അത് വേറെ പാരാമീറ്ററാണ്. എന്ന് മാത്രം ടാക്സ് കൂടുതൽ അടച്ചു, 8 മാസം ടാക്സ് തിരിച്ചു പിടിക്കാൻ പറ്റും, അത് വേറെ പാരാമീറ്ററാണ് ശരിക്കും. EPS, എബിട്ട, കമ്പനിയുടെ വാല്യുവേഷൻ ക്രിട്ടിക്കൽ പാരാമീറ്ററാണ്. വാല്യുവേഷൻ തന്നെ 4-5 ലെവലിലുള്ള വാല്യുവേഷൻസ് ഉണ്ട്. നമ്മൾ PE വെച്ച് വാല്യുവേഷൻ ഉണ്ട്, എൻവേഴ്സ് വാല്യൂ ബൈ എബിട്ട വെച്ചുള്ള വാല്യുവേഷൻ ഉണ്ട്, ശരിയല്ലേ. ഇൻട്രിൻസിക് വാല്യൂ വെച്ചുള്ള, ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോ വെച്ചുള്ള വാല്യുവേഷൻസ് ഉണ്ട്. ഈ വാല്യുവേഷൻസ് ക്രിട്ടിക്കൽ പാരാമീറ്ററാണ്. നല്ല റിസൾട്ട് തന്നു, പക്ഷേ വാല്യുവേഷൻ ഓൾറെഡി ഹൈ ആണ്. അപ്പോൾ കമ്പനിക്ക് കയറിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ശരിക്കും. മനസ്സിലായി. അങ്ങനെ പല പല ഫാക്ടേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഡിമാൻഡ് അനാലിസിസ് എന്ന് പറയുന്ന സംഗതി. നിങ്ങളത് തീർച്ചയായും പഠിച്ചിരിക്കണം ശരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ക്ലിയറായിട്ട് പറയുന്നു, ദിസ് വീഡിയോ ഈസ് അബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, അങ്ങനത്തെ സ്റ്റോക്കുകൾ നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലായി. ഈ ലേണിങ്സാണ് നാളെ നിങ്ങളൊരു ബെറ്റർ പ്രൊഫഷണലായിട്ട് മാറ്റുന്ന വലിയൊരു ഘടകം ശരിക്കും. അതിനുള്ള ലേണിംഗ് ഇൻപുട്സ് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ശരിക്കും. ആ ഇൻപുട്സ് നിങ്ങൾ റൈറ്റായിട്ട് യൂസ് ചെയ്താൽ absolutely you will become a fantastic trader over a period of time ശരിക്കും. അത് ലേൺ ചെയ്യുന്നതിലാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇരിക്കുന്നത് ശരിക്കും, ഫോക്കസ് വേണ്ടത് ശരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഫസ്റ്റ് കമ്പനി ഗ്രാവിറ്റി ഇന്ത്യ ലിമിറ്റഡ് ആണ്. 1992 എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്പനിയാണ്. അവരുടെ ബിസിനസ് 4 വെർട്ടിക്കൽസിൽ ഫോക്കസ്ഡ് ആണ്. ലെഡ് റീസൈക്ലിംഗ്, അലുമിനിയം റീസൈക്ലിംഗ്, പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ആൻഡ് ടെൻകറി പ്രോജക്ട്സ്. വൺ ഓഫ് ദി മോസ്റ്റ് വെരി ഫേമസ് കമ്പനിയാണ് ശരിക്കും. നമ്മൾക്ക് അവരുടെ റിസൾട്ടിലേക്ക് കിടക്കാം. നമ്മൾ ഇയർ ഓൺ ഇയർ നോക്കാൻ നേരത്തെ 557 ആണ് സെയിൽ കഴിഞ്ഞ കൊല്ലം ഡിസംബർ 2021. അത് 789 ആയിട്ട് ലീഡ് ചെയ്തു ശരിക്കും. ആൻഡ് 789 എന്ന് പറയുന്നത് ലാസ്റ്റ് 13 ക്വാർട്ടറിലെ ബെസ്റ്റ് റിസൾട്ട് ആണ് 789 സെയിൽസ്. ആൻഡ് നാച്ചുറലി എക്സ്പെൻസും കൂടുതലല്ലോ, 503 721 ആയി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 54 crores ഇന്ന് 69 crores ആയിട്ട് ഷൂട്ടപ്പ് ചെയ്തു ആണ് ഇയർ ഓൺ ഇയർ പെർഫോമൻസ്. സ്വീക്വൻഷ്യൽ നോക്കാൻ നേരത്തെ 59 കോടി 69 കോടിയായി. സ്റ്റേബിൾ OPM 9%, 9% തന്നെയാണ്. കഴിഞ്ഞ ഡിസംബറിൽ 10% ആണ്. അവിടുന്ന് ഒരു 1% ചെറിയൊരു ഡിപ്പ് സംഭവിച്ചു, പക്ഷേ ഇറ്റ് ഈസ് സ്റ്റേബിൾ ആക്ച്വലി ശരി ഓൺ ആൻ ആവറേജ്. ടാക്സ് പേ ചെയ്ത് നോക്കില്ല. കഴിഞ്ഞ ഡിസംബറിൽ 10% ടാക്സ് കൊടുത്തത്, ഈ ഡിസംബറിൽ 12% ടാക്സ് കൊടുത്തു. നെറ്റ് പ്രോഫിറ്റ്, ടാക്സ് പേയിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഡിസംബറിൽ 41 കോടിയായിരുന്നു. കഴിഞ്ഞ ക്വാർട്ടറിൽ 45 ആയി, ഈ ക്വാർട്ടറിൽ 50 crores ആയി. ദാറ്റ് മീൻസ് Q2 45 crores ആയിരുന്നു, Q3 50 crores ആയിട്ട് ഷൂട്ടപ്പ് ചെയ്തു ശരിക്കും. സോ ഏണിങ്സ് പെർ ഷെയർ നാച്ചുറലി 5.7 ആണ്, 5.70 ആണ് കഴിഞ്ഞ പോലത്തെ ഇയർ ഓൺ ഇയർ പെർഫോമൻസിൽ. അത് സ്വീക്വൻഷ്യലിൽ കഴിഞ്ഞ മാസം പെർഫോമൻസ് നോക്കാൻ നേരത്ത് 6.46 ആണ്. ലേറ്റസ്റ്റ് വന്നിട്ട് 7.27 ആയിട്ട് ഗ്രോ ചെയ്തു ശരിക്കും കമ്പനി. അടുത്ത കമ്പനി ടാൻഫാക് ഇൻഡസ്ട്രീസ് എന്ന് പറയും. ടാൻഫാക്. സോ ടാൻഫാക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ജോയിന്റ് വെഞ്ചർ ആണ്. ആദിത്യ ബിർള ഗ്രൂപ്പിന്റെയും തമിഴ്നാട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കൂടി ചേർന്നുള്ള ജോയിന്റ് വെഞ്ചർ ആണ്. ആദിത്യ ബിർള ഗ്രൂപ്പിന് 20% സ്റ്റേക്ക് ആണുള്ളത്. ബാക്കി തമിഴ്നാട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനെയാണ്. ബേസിക്കലി അതായത് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ബാക്കിയുള്ള ഡെറിവേറ്റീവ്സിന്റെ പ്രൊഡ്യൂസേഴ്സ് ആണ് ശരിക്കും ടാൻഫാക്. പെർഫോമൻസ് നോക്കാം നമുക്ക്. ഇയർ ഓൺ ഇയർ നോക്കാൻ നേരത്തെ കഴിഞ്ഞ ഡിസംബറിൽ 90 കോടി സെയിൽ, അത് 99 കോടിയായിട്ട് ഷൂട്ടപ്പ് ചെയ്തു. കഴിഞ്ഞ ഡിസംബറിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 21 കോടിയാണ്, അത് 22 കോടിയായിട്ട് 1 കോടി ബെറ്റർ ആയി ചെയ്തത്. OPM ഓപ്പറേറ്റിംഗ് പെർസെന്റ് മാർജിൻ 24% ആണ്, അത് 23% ആയിട്ട് സ്റ്റെബിലൈസ് ചെയ്തു ശരിക്കും. സീക്വൻഷ്യൽ നോക്കാൻ നേരത്ത് കഴിഞ്ഞ സെപ്റ്റംബറിൽ, ഈ കഴിഞ്ഞ ക്വാർട്ടർ 3 കംപ്ലീറ്റ് സെപ്റ്റംബറിൽ 77 കോടി എന്നുള്ളതാണ്. ഈ ക്വാർട്ടർ 3 റിസൾട്ട് വന്നപ്പോൾ 99 crores ആയി ശരിക്കും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 13 കോടിയിൽ നിന്ന് 22 കോടിയായിട്ട് ഷൂട്ടപ്പ് ചെയ്തു. ഇനി ടാക്സ് പേയ്മെന്റ് 24% നിന്ന് 26 25 ആയിട്ട് സ്റ്റെബിലൈസ് ചെയ്തു. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 7 കോടി, അത് ഇയർ ഓൺ ഇയർ ആണ്. സ്വീക്വൻഷ്യൽ നോക്കാൻ നേരത്ത് 9 കോടി, ലേറ്റസ്റ്റ് 16 കോടി ശരിക്കും. EPS 7 രൂപ 8 പൈസയിൽ നിന്ന് 8 രൂപ 54 പൈസയായി സ്വീക്വൻഷ്യലിൽ. അവിടുന്ന് 16 രൂപ 29 പൈസയായിട്ട് 854 കമ്പയർ ടു 1629 ശരിക്കും. അപ്പം ഓൾമോസ്റ്റ് ഡബിൾ ആയി ശരിക്കും അല്ലെ. സ്വീക്വൻഷ്യൽ നോക്കാൻ നേരത്ത് ഏണിങ്സ് പെർ ഷെയർ എന്നുള്ളത് 8.54 16.29 ആയിട്ട് മാറി. ഫ്രണ്ട്സ്, അടുത്ത കമ്പനി ഭാരത് ബിജിലി എന്നുള്ള കമ്പനിയാണ്. 1946 ഈ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തത്. ക്ലോസ് ടു 90 years പാരമ്പര്യമുള്ള കമ്പനിയാണ്. ലീഡിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കമ്പനിയാണ് ഇന്ത്യയിലെ. ധാരാളം ഇലക്ട്രിക് സംബന്ധമായിട്ട് കാര്യങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ഇലക്ട്രിക് മോട്ടോഴ്സ് ഉണ്ട്, എലിവേറ്റർ സിസ്റ്റംസ് ഉണ്ട്, ഡ്രൈവ്സ് ഉണ്ട്, ഓട്ടോമേഷൻ ഉണ്ട്. ഇലക്ട്രിക്കൽ സംബന്ധമായ കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് ഭാരത് ബിജിലി. അവരുടെ പെർഫോമൻസ് നമുക്ക് നോക്കാം. ഇയർ ഓൺ ഇയർ നോക്കാൻ നേരത്തെ കഴിഞ്ഞ ഡിസംബറിൽ സെയിൽസ് 323 കോടി 388 കോടിയായിട്ട് മാറി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 25 കോടി എന്നുള്ളത് 33 കോടിയായിട്ട് ഷൂട്ടപ്പ് ചെയ്തു. OPM മാർജിൻ 8% എന്നുള്ളത് ഫ്ലാറ്റ് ആണ് ശരിക്കും. സ്വീക്വൻഷ്യൽ നോക്കാൻ നേരത്തെ 324 കോടിയിൽ നിന്ന് 388 കോടി.
24 കോടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് 33 കോടിയായി. OPM സ്വീക്കൻഷ്യലിലെ 7%-ൽ നിന്നും 1% കൂടി 8% ആയി ശരിക്കും. ടാക്സ് പേ ചെയ്ത് നോക്കാൻ നേരം കഴിഞ്ഞ ഡിസംബറിൽ 25% ടാക്സ് പേ ചെയ്തത്. സെപ്റ്റംബറിലും ഡിസംബറിലും Q2ലും Q3ലും 25%-25%-മാണ് ടാക്സ് പേ ചെയ്തത് ശരിക്കും. നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ ഡിസംബറിൽ ഇയർ ഓൺ ഇയർ പെർഫോമൻസിൽ 16 കോടിയായിരുന്നു. അത് Q2 പെർഫോമൻസിൽ 17 കോടിയായി. Q3 റിസൾട്ട് വന്നപ്പോൾ 21 കോടിയായിട്ട് ഷൂട്ടപ്പ് ചെയ്തു. അത് EPS-ൽ 28.13, അത് ആനുവലാണ് 28.13 വേഴ്സസ് 40.86. അതുപോലെ തന്നെ സ്വീക്കൻഷ്യൽ നോക്കാൻ നേരത്തെ 29.97 രൂപയിൽ നിന്ന് 40.86 രൂപയായിട്ട് ഷൂട്ടപ്പ് ചെയ്തു. അടുത്ത കമ്പനിയാണ് പൂനാവാല ഫിൻകോർപ്പ്. ശരിക്കും അതിന്റെ പഴയ പേര് മാഗ്മ ഫിൻകോർപ്പ് എന്നാണ്. നിങ്ങൾ പലരും കേട്ട് കാണും ഈ കമ്പനിയെ കുറിച്ച്. നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് NBFC രജിസ്റ്റർഡ് വിത്ത് RBI ആണ് ശരിക്കും. MSME ഫിനാൻസിംഗ് ഒക്കെയാണ് ഇവർ ചെയ്യുന്നത്. ജനറൽ ഇൻഷുറൻസ് സർവീസസ് ചെയ്യുന്നുണ്ട്, MSME ഫിനാൻസ് ചെയ്യുന്നുണ്ട്. ഈ കമ്പനിയുടെ പെർഫോമൻസിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ആദ്യം ഇയർ ഓൺ ഇയർ നോക്കാം. 508 കോടി എന്നുള്ള റവന്യൂ എന്നുള്ളത് 698 കോടിയായി. ഇൻട്രസ്റ്റ് 181 crores ആണ് കൊടുത്തത്, അത് 234 ആയി. എക്സ്പെൻസസ് 190 എന്നുള്ളത് 220 ആയിട്ട് മാറി. ടോട്ടൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഫിനാൻസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 137 കോടിയായിരുന്നു കഴിഞ്ഞ കൊല്ലം. ഇയർ ഓൺ ഇയർ അത് 243 crores ആയിട്ട് ഷൂട്ടപ്പ് ചെയ്തു. ആൻഡ് ഫിനാൻസ് മാർജിൻ 27%-ൽ നിന്ന് 35% ആയിട്ട് ഷൂട്ടപ്പ് ചെയ്തു ശരിക്കും. അത് സ്വീക്കൻഷ്യൽ നോക്കാൻ നേരത്തെ 206 കോടി എന്നുള്ളത് ഫിനാൻസ് പ്രോഫിറ്റ് 243 crores ആയിട്ട് വ്യത്യാസം വന്നു. 33%-ൽ നിന്ന് ഫിനാൻസ് മാർജിൻ 35% ആയിട്ട് ഷൂട്ടപ്പ് ചെയ്തു ശരിക്കും. ഇനി അത് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 96 കോടിയാണ്. ആനുവൽ നോക്കാൻ നേരത്തെ അതാണ് 182 ആയിട്ട് ഷൂട്ടപ്പ് ചെയ്തത്. അതുപോലെ തന്നെ സ്വീക്കൻഷ്യൽ നോക്കാൻ നേരത്തെ 163 കോടി എന്നുള്ളത് 182 കോടിയായിട്ട് ഷൂട്ടപ്പ് ചെയ്തു ശരിക്കും. ടാക്സ് പെയ്ഡ് 26%, 25 ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആണ് ശരിക്കും. EPS എങ്ങനെ EPS ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈ പെർഫോമൻസ് കഴിഞ്ഞ ഡിസംബറായിട്ട് നോക്കാൻ നേരത്തെ Y-on-Y 1.26 എന്നുള്ളത് 2.38 ആയിട്ട് ഷൂട്ടപ്പ് ചെയ്തു. സ്വീക്കൻഷ്യൽ നോക്കാൻ നേരത്തെ 2.13 എന്നുള്ളത് 2.38 ആയിട്ട് ഷൂട്ടപ്പ് ചെയ്തു. അടുത്ത കമ്പനിയുടെ പേരാണ് സ്റ്റീൽ കാസ്റ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ശരിക്കും. ദേ ആർ ദി ബിസിനസ് ഓഫ് മാനുഫാക്ചറിംഗ് സ്റ്റീൽ ആൻഡ് അലോയ്ഡ് സ്റ്റീൽ കാസ്റ്റിംഗ്സ് ആണുള്ളത്. നമുക്ക് കമ്പനിയുടെ പെർഫോമൻസിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ ആനുവൽ നോക്കാൻ നേരത്തെ ഡിസംബറിൽ 79 crores ആയിരുന്നു സെയിൽസ്, 120 crores ആയി ശരിക്കും. നിങ്ങൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കാൻ നേരത്തെ 17 കോടി എന്നുള്ളത് 31 കോടിയായിട്ട് ഷൂട്ടപ്പ് ചെയ്തു. OPM പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 21% എന്നുള്ളത് 26% ഷൂട്ടപ്പ് ചെയ്തു. സ്വീക്കൻഷ്യൽ നോക്കാൻ നേരത്തെ 121 കോടി എന്നുള്ളത് 120 കോടിയായി. ഓൾമോസ്റ്റ് സെയിം, ഇത് ഫ്ലാറ്റ് ആണ് ശരിക്കും. പക്ഷേ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 28 കോടി എന്നുള്ള 31 കോടിയായി. എന്തുകൊണ്ടാണ്? എക്സ്പെൻസ് ദേ കൺട്രോൾ 93 crores എന്നുള്ള 89 crores നിർത്താൻ സാധിച്ചു ശരിക്കും. OPM പെർഫോമൻസ് നിങ്ങൾ നോക്കൂ, 23% എന്നുള്ളത് 26% ആയിട്ട് മാറി. ഈ കഴിഞ്ഞ 13 ക്വാർട്ടറിലെ ബെസ്റ്റ് OPM പെർസെൻറ്റേജ് ആണ് ഈ കമ്പനി ഈ ക്വാർട്ടറിൽ കൊടുത്തത്. ദാറ്റ് ഈസ് മോസ്റ്റ് വലിയൊരു ഫാക്ടറാണ് ശരിക്കും. ഇനി നിങ്ങൾ ടാക്സ് പേ നോക്ക്. ഡിസംബറിൽ 26%, 22%, 25%. ആൻഡ് നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ ഇയർ ഓൺ ഇയർ നോക്കാൻ നേരത്തെ 9 നിന്ന് 19 കോടിയായി. സ്വീക്കൻഷ്യൽ നോക്കാൻ നേരത്തെ 18 കോടി നിന്ന് 19 കോടിയായി. EPS 4 രൂപ 22 എന്നുള്ളത് 8 രൂപ 68 ആയി. 8.68 നിന്ന് 9 രൂപ 53 ആയിട്ട് ഷൂട്ടപ്പ് ചെയ്യും. ഫ്രണ്ട്സ്, നിങ്ങളെ വീഡിയോ കണ്ടുകാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വീണ്ടും നിങ്ങളോട് തുറന്ന് പറയുന്നു, ദിസ് നോട്ട് ആൻ ആബ്സല്യൂട്ട് റെക്കമെൻഡേഷൻ. ഇത് റെക്കമെൻഡേഷൻ വീഡിയോയല്ല. നിങ്ങൾ ഈ വീഡിയോയിലുള്ള ഇൻപുട്സ് നിങ്ങൾ കൂടുതൽ പഠിക്കുക, കൂടുതൽ ഒബ്സർവ് ചെയ്യുക, കൂടുതൽ ഡെവലപ്പ് ചെയ്യുക. ആൻഡ് ബി എ ഫെൻറ്റാസ്റ്റിക് ട്രേഡർ ഓവർ എ പീരീഡ് ഓഫ് ടൈം ശരിക്കും. സൈനിങ് ഓഫ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം.